ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാനൊരു ഫ്രൈഡ് റൈസാണ്. നമ്മളെ സേമിയോണ്ടുള്ളൊരു ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അതിന് വേണ്ട സാധനം നമുക്ക് ചിക്കൻ ആദ്യം ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് മസാലയാക്കി വെക്കാം. ആദ്യം ചിക്കനക്ക് വേണ്ട കോൺഫ്ലവർ പൊടി 2 ടേബിൾ സ്പൂണ്, പിന്നെ ഒരു മുട്ട, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/4 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി 1/4 സ്പൂണ്, ഒക്കെ 1/4 സ്പൂണ് നന്നായിട്ട് മസാല വെച്ച് വെക്കും. 1 മണിക്കൂറോളം മസാല വെച്ച് വെച്ചതിന് ശേഷം നമുക്ക് സേമി നെയ്യിലിട്ട് നന്നായിട്ട് 2 ഗ്ലാസ് സേമി ഉണ്ടാവുക. ആ സേമി നന്നായി നെയ്യിലിട്ട് വറുക്കുക. വറുത്തെടുത്ത ശേഷം നല്ല വെള്ളം തിളപ്പിക്കുക. 2 ഗ്ലാസ്സുള്ള വെള്ളം എടുക്കുക. 4 ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചെടുക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. സേമി നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്താണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ വറുത്തെടുക്കണം. ചിക്കൻ വറുത്ത് എടുത്തതിന് ശേഷം പിന്നെ ചിക്കൻ നന്നായിട്ടും വറുത്ത് കോരിയെടുത്ത് വെക്കുക. വറുത്ത് കോരിയെടുത്തിട്ട് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബിലേക്ക് നല്ല രസമുള്ള നമ്മൾ സേമിയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി. നമ്മൾ ചോറിനെക്കാട്ടും രസം കിട്ടാം. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്ത് എന്നിട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മുട്ട ഒന്ന് ചിക്കിയെടുക്കുക. അല്ല അതിലേക്ക് കുരുമുളക് പൊടി, ഒരിത്തിരി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതാക്കിയെടുക്കുക. കോരി വെക്കുക. അതിന് ശേഷം ഒരു കഷ്ണം ഒരു ബട്ടർ കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടിയാക്കിയത്. ഇത് കുറച്ച് സമയം വരെ കാണേണ്ടി വരും. കുറച്ച് ഇതുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാനോട്. ഉള്ളി ഒരു സവാള ചെറിയ പൊടിയാക്കിയതും ഒരു ക്യാരറ്റ് പൊടിയാക്കിയതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ ഇതാണ് ഉള്ളിത്തണ്ടും സല്ലറിയും പിന്നെ ഒരു കോണിൻ്റെ ഇതും ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മളടുത്ത് എത്രയും പച്ചക്കറി വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. സോയാ സോസ് ഒഴിച്ചു 1 സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം, ചുവപ്പ്, മഞ്ഞ എല്ലാം ഉണ്ട്, ആ കളറുകൾ, ആ 3 കളറുകൾ ഇട്ട് കൊടുക്കുക. പിന്നെ മുട്ട ചിക്കിയത് ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിട്ട് രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. നമ്മൾ ചോറ് അപ്പുറത്തിരിക്കണം സേമിയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് ടൊമാറ്റോ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സേമിയ ഉണ്ടല്ലോ, ഊറ്റി വെച്ച നല്ല ഒന്നിനോടൊന്ന് തൊടാണ്ടിരിക്കണ്ട സേമിയ കണ്ടാ. അങ്ങനെ സേമിയ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രസമാണ് ഈ രീതിയിലൊന്നും. പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ഉള്ളിത്തണ്ടിൻ്റെ നമ്മളെ തലഭാഗം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അടിപൊളിയിട്ട് അത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻസ് അറിയിക്കുക. നമ്മൾ ചോറിനെക്കാട് രസമുണ്ട്, നല്ല രസമുണ്ട്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ചെയ്യും. കുട്ടികൾക്ക് നൂഡിൽസ് പോലെ തോന്നും ചെയ്യും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത്. ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നിട്ട് വേറെ അറിയിക്കും. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്കൊക്കെ